തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്തുകൾ വ്യാഴാഴ്ച ഇഡി ബാങ്കിന് കൈമാറും. 1 കോടി രൂപയുടെ സ്വത്തുവകകളായിരുന്നു ഇഡി കണ്ടുകെട്ടിയത്. CPI നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ N ഭാസുരാംഗനും ഭാര്യയുമടക്കം 5 പേരാണ് കേസിലെ പ്രതികൾ. അനധികൃത വായ്പകളിലൂടെ 44 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ബാങ്കിനുണ്ടായത്. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഇന്ന് നിർണായക ദിനമാണ്. കാരണം ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ വ്യാഴാഴ്ച ഇഡി കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാങ്കിന്. മറ്റ് റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? ദേവിക, CPI നേതാവും മുൻ ബാങ്ക് പ്രസിഡന്റുമായിട്ടുള്ള N ഭാസുരാഗന്റെയും ഒപ്പം തന്നെ ഭാസുരാഗന്റെ കുടുംബാംഗങ്ങളുടെയും സ്വത്തുവകകളായിരുന്നു 1 കോടിയിലധികം വരെ മൂല്യം വരുന്ന സ്വത്തുവകകളായിരുന്നു ഇഡി നേരത്തെ കണ്ടുകെട്ടിയത്. ഇത് വ്യാഴാഴ്ച കണ്ടല സഹകരണ ബാങ്കിന് കൈമാറും. അതായത് ഈ സ്വത്തുവകകൾ സ്വാഭാവികമായിട്ടും ബാങ്കിന് ലേലത്തിൽ വെക്കാനാകും. ലേലത്തിൽ വെച്ചുകൊണ്ട് നഷ്ടമായ പണം ഈടാക്കി അത് പിന്നീട് നിക്ഷേപകർക്ക് നൽകാനാകും. ഈ ഒരു രീതിയാണ് ഇനി അവലംബിക്കേണ്ടത്. എന്തായാലും വ്യാഴാഴ്ച തന്നെ ഇഡി സ്വത്തുക്കൾ കൈമാറുമെന്നാണ് വിവരം. അതായത് ഇതൊരു നിക്ഷേപകർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമീപനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് തന്നെ ഈ സ്വത്തുവകകൾ കൈമാറിക്കൊണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക, ഇത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇഡി ലക്ഷ്യമിടുന്നത്. 2023 നവംബർ 21 ഭാസുരാംഗൻ, അതോടൊപ്പം തന്നെ ഭാസുരാംഗന്റെ ഭാര്യ, മക്കൾ, ഒപ്പം തന്നെ മരുമകൻ ഇവരൊക്കെ തന്നെ അറസ്റ്റിലാകുന്നത്. 3.22 കോടി രൂപയുടെ തട്ടിപ്പ് ഭാസുരാംഗനും കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേസ്. 44 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് അല്ലെങ്കിൽ ക്രമക്കേടിലൂടെ ഈ ബാങ്കിന് നഷ്ടം വരുത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ 1 കോടി രൂപ നിലവിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. വലിയ സമഗ്രമായിട്ടുള്ള അന്വേഷണം അതോടൊപ്പം തന്നെ ദ്രുതഗതിയിലുള്ള നടപടിക്രമങ്ങളുമാണ് ഈ വിഷയത്തിൽ, അതായത് കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഭാസുരാംഗനെതിരെ നിരവധി കണ്ടെത്തലുകൾ ഇഡി നടത്തിയിരുന്നു. അതായത് മിതമായിട്ടുള്ള ഈ ഒരു കൃത്യമായ ഈടില്ലാതെ അമിതമായിട്ട് ലോണുകൾ അനുവദിക്കുന്നതിൽ ഭാസുരാംഗന്റെ നേതൃത്വം അല്ലെങ്കിൽ ഭാസുരാംഗൻ ഇടപെട്ടിരുന്നു. രാഷ്ട്രീയ ഉന്നതന്മാർക്ക് വേണ്ടിയും ഭാസുരാംഗൻ ഇടപെട്ടിരുന്നു. ഈ ചിട്ടിപ്പണം വായ്പയായിട്ട് മാറ്റുന്ന ഒരു തട്ടിപ്പ് കൂടി ഭാസുരാംഗന്റെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിരുന്നു. അതായത് പല പേരുകളിൽ ചിട്ടി തുടങ്ങുകയും പിന്നീട് ബിനാമി അക്കൗണ്ടിലേക്ക് ഈ പണം മാറ്റുകയുമായിരുന്നു പതിവ്. എന്തായാലും ഈ ഒരു കേസിൽ തന്നെ കൃത്യമായിട്ട് ഇഡി അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമുള്ള തുടർ നടപടി എന്നുള്ള രീതിയിലാണ് നിക്ഷേപകർക്ക് അനുകൂലമായിട്ട്, അതായത് ഈ 1 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് അത് ബാങ്കിന് തന്നെ കൈമാറിക്കൊണ്ട് ബാങ്കിന് പിന്നീട് നിക്ഷേപകർക്ക് ഇത് പണമായി നൽകാനായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. ഇതേ സമയത്ത് തന്നെയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും പിന്നീട് അത് കൈമാറാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അനുകൂലമായിട്ടുള്ള സമീപനം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ നടത്തിയിട്ടുമില്ല. എന്തായാലും നിലവിൽ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിയുടെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ പോവുകയാണ്. ദേവിക. ശരി രേഷ്മ.